1800-കളിലാണ് മൈക്കൽ ഫാരഡെ, തോമസ് ജോൺ സീബാക്ക് തുടങ്ങിയ ഫേമസ് സയന്റിസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചില മെറ്റൽസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതായിട്ടും ചില മെറ്റൽസിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും ഇവർ കണ്ടെത്തി. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയത് സയന്റിഫിക് ഇഫക്ട്സ് ആയിട്ടാണ്. 1900s ആയപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനായി. ഇപ്പൊ മെഷീനറി എല്ലാം വളരെ കോംപ്ലക്സ് ആയി. പ്രഷർ ടെമ്പറേച്ചർ മെഷർമെന്റ് മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ഈ ഇഫക്ട്സ് ആയി രേഖപ്പെടുത്തിയവ പ്രാക്ടിക്കൽ മെഷർമെന്റ് ടൂൾസ് ആയി രൂപാന്തരപ്പെട്ടു. പിന്നീടാണ് ഇലക്ട്രോണിക്സ് എറ വരുന്നത്. 1950s മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇതേ സെൻസേഴ്സിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. മോഡേൺ എറയിൽ സെൻസേഴ്സിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. നമ്മുടെ വീട്ടിലെ സെൻസറാണ്, കാറിലെ സെൻസറാണ്, നമ്മുടെ വെയറബിൾസിൽ സെൻസറാണ്, ഫോണിൽ സെൻസറാണ്. എല്ലായിടത്തും സെൻസേഴ്സ് ആണ്. സെൻസേഴ്സ് ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല.